കൊട്ടാരക്കര നഗരത്തിലെ റോഡുകളുടെ അവസ്ഥയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നഗരത്തിലെ ജനങ്ങൾ ജലക്ഷാമം അനുഭവിക്കരുതെന്ന് അധികൃതർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണോ എന്തോ റോഡുകൾ നിറയെ മഴക്കുഴികളാണ്. ഒരു തുള്ളി വെള്ളം പോലും പാഴാകാതെ ഈ കുഴികളിൽ തന്നെ സംഭരിച്ചോളും. നഗരഹൃദയമായ ചന്തമുക്ക് മുതൽ തുടങ്ങും കുഴികളുടെ ഘോഷയാത്ര. ചന്തമുക്കിൽ നിന്നും മുസ്ലിം സ്ട്രീറ്റ് ഭാഗത്തേക്കൊന്ന് ചെന്നാലോ, വാഹനങ്ങൾക്ക് പോകാൻ പോയിട്ട് ഒന്ന് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ഈ റോഡിലൂടെ ഒരു യാത്ര പോയാൽ ആ പോകുന്നവരുടെ നടുവിന്റെ കാര്യത്തിൽ ഒരു ഏകദേശ തീരുമാനമാകും. ഇതുവഴി ദിവസവും യാത്ര ചെയ്യുന്ന ആളുകളുടെ ഗതി ഓർക്കുമ്പോൾ ശരിക്കും പരിതാപം തോന്നും. അത്രയ്ക്കുണ്ട് ഈ റോഡിന്റെ ദയനീയ സ്ഥിതി. കൊട്ടാരക്കര പുത്തൂർ റോഡിന്റെ അവസ്ഥ കൊട്ടാരക്കര മീഡിയയിലൂടെ തന്നെ നിരവധി തവണ അധികാരികൾക്ക് മുന്നിൽ എത്തിച്ചതാണ്. പേരിന് എന്തെങ്കിലും പരിഹാരം കാണുമെന്നല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരവും ജനങ്ങൾക്ക് ചെയ്തു നൽകിയിട്ടില്ല. മാസങ്ങൾക്ക് മുൻപാണ് നാട്ടുകാരുടെ നിരന്തര ആവശ്യങ്ങൾക്ക് പിന്നാലെ കൊട്ടാരക്കര പുത്തൂർ റോഡ് നന്നാക്കിയത്. കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഈ റോഡ് വീണ്ടും പഴയ പടിയായി. ഇതിന് ഈ പാവം പൊതുജനങ്ങൾ ആരെ പഴിക്കണം? നഗരസഭയെയോ അതോ റോഡ് പണിയുടെ കോൺട്രാക്ട് എടുത്തവരെയോ? എന്തായാലും ദുരിതമനുഭവിക്കുന്നത് പാവം ജനങ്ങളാണ്. നഗരസഭയുടെ മൂക്കിൻ തുമ്പത്തുള്ള ഈ റോഡുകൾ നന്നാക്കാൻ അധികാരികളുടെ കണ്ണ് ഇനി എന്ന് തുറക്കുമെന്നാണ് പൊതുജനങ്ങൾക്ക് അറിയേണ്ടത്. സുരക്ഷിതമായ സഞ്ചാരപാതകൾ പൊതുജനങ്ങളുടെ അവകാശമാണ്. അതൊരുക്കി നൽകേണ്ടത് അധികാരികളുടെ കടമയും.